Hi friends, welcome to my channel Paris Viശേഷം. അപ്പോൾ നമ്മൾ ഈ പിസ്സ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു താല്പര്യം ഉണ്ടാവില്ലേ, പിസ്സ കഴിക്കാൻ വേണ്ടി ഇഷ്ടമുള്ളവരുണ്ടാവും. എന്നാൽ പിസ്സ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയോടെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അതായത് നമുക്ക് അത് ഹെൽത്തി ആണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പിസ്സ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് ഒത്തിരി സമയം എടുക്കുമല്ലോ, അത് ഒത്തിരി സമയം എടുത്ത് സാധനമാണല്ലോ എന്ന് വിചാരിച്ച് നമുക്കൊരു മടി ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ വെച്ചിട്ടാണ് നമ്മളിന്ന് പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ആ ക്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് ആ ഒരു ഫുഡ് പ്രോസസ്സറിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതായത് നല്ല സ്മൂത്ത് പൊടി ആവുന്ന പോലെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഒരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ കോളിഫ്ലവറിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 6 to 7 മിനിറ്റ്സ് വരെ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. ഇതെന്തിനാന്ന് പറഞ്ഞാൽ അതിൽ ആ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. കോളിഫ്ലവർ നന്നായിട്ടൊന്ന് സ്മൂത്തായി കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 6 മിനിറ്റ് മതി, 6 to 7 മിനിറ്റ് മതി. നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് കൂൾ ചെയ്യാൻ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 6 to 7 മിനിറ്റ് വരെ ഇപ്പം നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കോളിഫ്ലവർ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ടവൽ എടുക്കുക. നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ടവലാണ്. എന്നിട്ട് അതിനകത്തേക്ക് ആ കോളിഫ്ലവർ മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ വെള്ളം വരും. നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും കോളിഫ്ലവർ. അപ്പോൾ തന്നെ അതിൻ്റെ വെള്ളം ഫുൾ ഇതുപോലെ ഇറങ്ങി വരും. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെള്ളം മാറ്റിയെടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ ഒരു കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ്. ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളാണ്. ഇനി അങ്ങോട്ട് ചടപടേന്ന് നമുക്ക് പിസ്സ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വെള്ളം ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയും വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട് കോളിഫ്ലവറിന്. അപ്പോൾ ഇതുപോലെ വെള്ളം കിട്ടി. ഇനി നമ്മൾ ഇതാണ് കൺസിസ്റ്റൻസി. ഇതുപോലെ ഒരു ബോൾ പോലെ ആയി കിട്ടും. കണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇതിനെ നമ്മളൊരു ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൽ ക്രസ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഹിമാലയൻ സോൾട്ടാണ് കേട്ടോ. ഞാനിവിടെ എല്ലാത്തിനും ഹിമാലയൻ സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ സോൾട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി, പിന്നെ വേണ്ടത് പാർമിജാനോ റെജാനോ എന്ന് പറയുന്ന റേപ്പ് ചീസാണ്. അപ്പോൾ ആ റേപ്പ് ചീസ് ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊരു ചീസാണ് കേട്ടോ. ഇത് നല്ലൊരു ഫ്ലേവർ തരുന്നൊരു ചീസാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മുട്ടയും ഇട്ട് കൊടുക്കുക. ഇത്രയാണ് നമുക്ക് ക്രസ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അത് കഴിഞ്ഞിട്ട് ഈ മുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. കണ്ടില്ലേ, കുറച്ച് വെറ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് പിസ്സ പരത്താൻ പോകാം. അപ്പോൾ പിസ്സ പരത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹാൻഡിലുള്ളൊരു ട്രേ എടുക്കുക. ഇങ്ങനത്തെ ഒരു ട്രേ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലെയിൻ സ്ഥലത്ത് വെച്ചിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഇതുണ്ടെങ്കിൽ ഓവനിലേക്ക് നമുക്ക് മാറ്റാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ട്രേ എടുക്കാൻ പറയുന്നത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ ഉണ്ടല്ലോ, ആ മിക്സ്ചർ ബട്ടർ പേപ്പറിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ ഫുൾ മിക്സ്ചർ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾ മെല്ലെ അത് റൗണ്ടാക്കി എടുത്താൽ മതി. ഇങ്ങനെ റൗണ്ട് ഒരു ഷേപ്പാക്കി എടുക്കുക. ഇനിയിപ്പം നമ്മൾ സ്വന്തം കഴിക്കുന്നതുകൊണ്ട് പെർഫെക്റ്റ് ഷേപ്പ് ആവണമെന്നൊന്നുമില്ല. നമുക്കത്ര പെർഫെക്ഷൻ കിട്ടണമെന്നൊന്നുമില്ല. എന്നാൽ നമുക്ക് പറ്റുന്ന പോലെ നമുക്കത് റൗണ്ടാക്കി എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു ഏകദേശം റൗണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെന്ന് വെച്ചാൽ ആ സൈഡൊന്ന് കുറച്ചൊന്ന് ബൾജ് ചെയ്തിരിക്കണം. അപ്പം നമ്മൾ ഇടുന്ന സാധനങ്ങൾ നമ്മളിനി പിന്നെ ചീസും കാര്യങ്ങളൊക്കെ ഇടുമല്ലോ, അപ്പോൾ അതൊന്ന് പുറത്തേക്ക് പോവാത്ത രീതിയിൽ നമ്മൾ ആ സൈഡിലെ ക്രസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് തിക്കാക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാനങ്ങനെ തിക്കാക്കി കൊടുക്കുകയാണ്. ഞാൻ കാണിച്ചത് ഇതുപോലെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ആ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പെർഫെക്ഷനും കൂടിയാണത്.
അപ്പോൾ നമ്മൾ ഈ കണ്ട പോലെ നന്നായിട്ട് ക്രസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല സൈഡൊക്കെ നന്നായിട്ട് തിക്ക് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവനിൽ കൺവെൻഷൻ മോഡിലേക്കാണ് നമ്മൾ ബട്ടൺ സെറ്റ് ചെയ്യേണ്ടത്. ഇതാണ് കൺവെൻഷൻ മോഡ് കേട്ടോ. ഈ കൺവെൻഷൻ മോഡ് ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു 10 മിനിറ്റോളം അത് പ്രീ ഹീറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു 205 വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ അത് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എൻഡായി, പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓവൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ക്രസ്റ്റ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ട്രേ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങളിത് സൂക്ഷിച്ച് ഓവനിലേക്ക് വെച്ചാൽ മതി. ഇനി നമ്മൾ ഓവൻ വീണ്ടും അടച്ച് വീണ്ടും അതിന് കൺവെൻഷൻ മോഡിലേക്ക് വെച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. ടെമ്പറേച്ചർ ഒരു 205 സെറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് നമ്മൾ ടൈമർ വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റോളം എടുക്കും ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കുക. അതായത് നമ്മൾ പിസ്സ പേസ്റ്റ് തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ പ്യൂരി ആണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് എടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അറിയാമെങ്കിൽ, അല്ലെങ്കിൽ കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കാം. അതാണ് കുറച്ചും കൂടി എളുപ്പമെന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തു. നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇടാൻ പോകുന്ന ഓർഗാൻ എന്ന് പറയുന്ന സ്പൈസാണ്. അപ്പോൾ ഞാനത് ഒരു ടീസ്പൂൺ അത് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ബാസിലിക് എന്ന് പറഞ്ഞിട്ടുള്ള സ്പൈസ് അതും ഞാൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്, പെപ്പർ പൊടിയാണ്, അതും ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതും ഇട്ട് കൊടുത്തു. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഒരു 2 അല്ലി നന്നായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ചതച്ച് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ്, നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ടീസ്പൂണ് ഒലിവ് ഓയിൽ, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു സ്മെല്ല് വരും, അത് സഹിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല അടിപൊളി സ്മെല്ലായിരിക്കും, നല്ല ടേസ്റ്റി വരും, നമുക്ക് കൊതിയാവുന്ന പോലെ ഒരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പേസ്റ്റ് തയ്യാറാക്കി. അപ്പോൾ നമ്മുടെ ക്രസ്റ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ക്രസ്റ്റ് കാണാനുണ്ടാവുക, കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ ക്രസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ അത് നടുക്കുന്ന സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ മെല്ലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇതുപോലെ നന്നായിട്ട് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഫുള്ള് സ്ഥലത്ത് എത്തണം. അപ്പം നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ ആയിരിക്കും നമ്മൾക്ക് കാണാൻ പറ്റാതെ, ഇതുപോലെ ഫുൾ സ്ഥലത്തെത്തുന്ന പോലെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മോസറെല്ല ചീസ്, അതാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ മോസറെല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് അതിനകത്തേക്ക് കുറച്ച് ചൊറീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഡെക്കറേഷൻ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏതിനോടാണ് താല്പര്യം അത് നിങ്ങൾക്ക് ചെയ്യാം. ഏറ്റവും നിങ്ങളുടെ കസ്റ്റമൈസേഷനാണ്, നിങ്ങൾക്ക് എന്ത് വേണോ അത് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബാസിലിക്കും ചൊറീസോയും കുറച്ച് ഒലീവ്സൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി പിസയാക്കി എടുക്കുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ചീസ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു, പാർമിജാനോ റെസാനോ. അത് കഴിഞ്ഞിട്ട് ഞാനത് ഓവനിലേക്ക് വെക്കണം. നമ്മൾ നേരത്തെ വെച്ച പോലെ സെറ്റ് ചെയ്ത പോലെ തന്നെ ടെമ്പറേച്ചർ വെച്ച് 205 സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 12 മിനിറ്റോളം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്, അപ്പോൾ എൻഡായിട്ടുണ്ട്. ഇനി ആ പിസ്സ നമുക്കത് പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ പുക അടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പിസ്സ എനിക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പിസ്സ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ പുറത്തെടുത്തു, ഇപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. മോസറെല്ല ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് നല്ലൊരു രീതിയിലായിട്ടുണ്ട്. ഫോട്ടോയിൽ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നിങ്ങളത് കട്ട് ചെയ്യുക, സെർവ് ചെയ്യുക, കഴിക്കുക. അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് അടിക്കാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ വേറൊരു വീഡിയോയിലേക്ക് കാണുന്നതിലേക്ക് ബൈ ബൈ.